ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ കാരണം തിരക്കടിച്ച ഓട്ടോയിൽ പോകുമ്പോഴാണ് ഞാൻ എടുത്തൊരു കാര്യമാണ്. സോ വി ഹാവ് എ കല്യാണം മറ്റു ലുക്കര ചർച്ച്. അപ്പം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് ഇതാണ് എൻ്റെ പള്ളി വന്നത്. ഇതാണ് ഗ്രൂമും ബ്രൈഡും വന്നിട്ടുള്ളത്. അവർ ഞാൻ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം. ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത അനുഗ്രഹിച്ച വിവാഹ വാഗ്ദാനത്തിനായി തിരിച്ചുപെട നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടുകൂടെ വിവാഹമെന്ന കൂദാശയിലൂടെ അനിറ്റയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? അനിറ്റ വിശുവയുടെ നിയമവും തിരിച്ചുപെട നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടുകൂടെ വിവാഹമെന്ന കൂദാശയിലൂടെ അൽജോയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിങ്ങളെ വിശുദ്ധ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഗായ്സ്, നമ്മൾ നേരത്തെ കണ്ടതാണ് ആ പള്ളിയിലത്തെ വൈദികൻ കേട്ടോ. ആ പള്ളിയിലത്തെ വൈദികൻ നമ്മുടെ അച്ഛനാട്ടോ അത്. അപ്പോൾ ഇവരാണ് ബ്രൈഡും ഗ്രൂമും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലിയർ ആയിട്ട് കാട്ടിത്തരാമെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ ബ്രൈഡും ഗ്രൂമും വന്നിട്ടുള്ളത്. പിന്നെ അവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴേക്ക് വന്നപ്പോൾ പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് വെച്ചിരുന്നു. ഞാൻ 2 ജ്യൂസ് എടുത്ത് കുടിച്ചിരുന്നു. ഇതപ്പോൾ കുടിക്കുന്ന കാട്ടിയായിട്ട് ഇപ്പോൾ 2 ജ്യൂസ് ഞാൻ കുടിച്ചു. പക്ഷേ 1 ജ്യൂസ് കുടിച്ചതിൽ കാട്ടിയിട്ടുള്ളൂ. ഓക്കെ, എനിവേ ഫ്രഞ്ച് ഫ്രൈസും എന്തോ റോള് പോലത്തെ സംഭവം കഴിച്ചു. പിന്നെ സ്റ്റേജ് വാസ് സോ ഗുഡ്. ഇറ്റ്സ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അടിപൊളി സ്റ്റേജ്. അത് എടുത്ത് തന്നെ പറയണം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ കല്യാണം ആട്ടോ അത്. ഞാൻ ഇതുവരെ അങ്ങനെ കല്യാണം കൂടിയിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിയ ക്യൂവിൽ നിന്നിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡും അടിപൊളി ഫുഡ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടികൾക്ക് കിടക്കുകയാണ്. മീറ്റ് ഐറ്റംസ് കഴിഞ്ഞിട്ട് ഇവിടെ വെജ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വേറെ അതൊന്നും ഞാൻ എടുത്തില്ല. ഇതാണ് എൻ്റെ പ്ലേറ്റ് വന്നത്. അമ്മേനൊക്കെ ഞാൻ കാട്ടി തരുന്നുണ്ട്. ഞാൻ പറയുന്ന മാത്രമല്ല, ഇത് ഹസ്ബൻഡ് ഇവിടെ നിന്നോട് പറയാം വൈഫിനെ കുറിച്ച് വളരെ നല്ല തൈകളുണ്ടോ. അതിന്റെ സ്പെഷ്യൽ തൈകളാണ്. ഷൈനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പരിപാടിക്ക് ഇരുന്നതാണ് കേട്ടോ. ഇതാണ് കംപ്ലീറ്റ് ഫാമിലി വന്നിട്ടുള്ളത്. അവർ ഫുൾ ഫാമിലി ഉണ്ട്. എന്താ പറയുക, അതൊക്കെ തന്നെയാണ് ഫാമിലി വന്നിട്ടുള്ളത്. ഇതമ്മ, അച്ഛൻ, അനിയത്തിമാർ, ചേച്ചിമാർ, അവരുടെ മക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ ഡാൻസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അവർ കേക്ക് മുറിക്കായിരുന്നു. പിന്നെ അവർ 2 സൈഡിലത്തെ അമ്മമാർ വന്ന് മാല കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇടലാണ്. അതൊരു ചടങ്ങൊക്കെ പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടോക്കുന്നത്. കാരണം നിങ്ങൾക്ക് മടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊരു സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവർ 2 സൈഡിലത്തെ അച്ഛന്മാർ വന്നിട്ട് ബൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പരസ്പരം കൈമാറും. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീനൊക്കെ അങ്ങോട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല, ഞാൻ മറന്നുപോയി. ഒരുവിധം ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെന്താ കേക്ക് മുറിക്കലും എഴുതിരി കത്തിക്കലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷം കാട്ടിയത്. അപ്പോൾ ഗൈസ്, പരിപാടികളൊക്കെ തീർന്ന് ഐസ്ക്രീം കഴിക്കാൻ വന്ന് നോക്കുകയാണ്. ഇവരാണ് എൻ്റെ റോസ്ലമ്മയുടെ ഫ്രണ്ട്സ് വന്നത് കേട്ടോ. ബോണേച്ചി അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട്. ഇതാണ് നമ്മുടെ പള്ളി, നേരത്തെ കാട്ടിയില്ല, അതാണ് നമ്മുടെ പള്ളി വന്നത് കേട്ടോ. പിന്നെ എല്ലാ പരിപാടികളും തീർന്ന് ഞാൻ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കൈ വെച്ച് പല കുപ്രായങ്ങളും കാട്ടുന്നുണ്ട്. നിങ്ങളത് മൈൻഡ് ചെയ്യണേ, കാരണം ഞാൻ ഒരു ഇതിനെ ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഔട്ട്ഫിറ്റ് വന്നത് ഒരു പാവാടയും ബ്ലൗസാണ്. ശരിക്കും ഇത് ഓണത്തിന് വേണ്ടി എടുത്തതാണ്. ഞാനിപ്പോഴേ ഇട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, എനിവേ കുത്തമ്പള്ളിയിൽ നിന്ന് എടുത്തതാട്ടോ. എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അമ്മയുടെയും ഔട്ട്ഫിറ്റ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.